السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി മജ്ലിസിൽ പങ്കെടുത്ത് നമ്മൾ ചെയ്ത തവസ്സുൽ ദുആകളൊക്കെ പരിപൂർണമായ നിലക്ക് നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നമ്മുടെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കമുള്ള ബന്ധുക്കളുടെ ഹദറത്തിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരാരെങ്കിലും ഖബറിൽ പ്രയാസത്തിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ ഒരു ജീവിതം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും നമുക്കിങ്ങനൊരു ജീവിതം ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുള്ളൊരു അവസരം അള്ളാഹു തന്നതുകൊണ്ട് ഇവിടെ വലിയ ഫ്ലാറ്റുകൾ നിർമ്മിക്കാനോ വലിയ സമ്പാദ്യമുണ്ടാക്കാനോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് നാളെ ഉഖ്റവിയായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി അധ്വാനിക്കണമെന്നാണ് നാഥനായ റബ്ബ് നമ്മളോട് പറയുന്നത്. നരകം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ എല്ലാ ശിക്ഷകളെക്കാളും അപ്പുറത്തുള്ള ഒരു ശിക്ഷയുടെ ലോകമാണ്. ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷത്തെ പ്രബോധനത്തിൻ്റെ ദൗത്യവും മനുഷ്യ സ്വർഗത്തിലേക്ക് കയറിക്കോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതായിരുന്നു ആ പ്രബോധന ദൗത്യം. ഇത് നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും തലയിലുള്ളത് ഇതാണോ? നമ്മുടെ തലയിലുള്ളത് ഇതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം തന്നത് എന്തിന് എന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പല അനർത്ഥങ്ങളും നമ്മൾ സംഭവിച്ചു പോകുന്നു. പലപ്പോഴും സമ്പത്തിനോടുള്ള അത്യാർത്തിക്ക് മുന്നിൽ ശരീഅത്ത് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഗംഭീരമായി വിവാഹാഘോഷിക്കണമെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നു. ഇതെന്തുകൊണ്ടാണ്? തലയിൽ ഇസ്ലാം, ഈമാൻ ശരിയായ രൂപത്തിലില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ആയുസ്സിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധ നമുക്ക് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാണ്? നിസ്കാരമാണ്. ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. നിസ്കരിക്കാത്ത ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ റഹ്മത്ത് ഉണ്ടാവില്ല എന്നാണ്. ഒരു നാട്ടിൽ റഹ്മത്തും ബറക്കത്തും ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് പള്ളിയിൽ നടന്നു വരുന്ന ദർസ്. പക്ഷെ ആ നാട്ടിൽ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവിടെ പിന്നെ റഹ്മത്ത് ഉണ്ടാവില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദികേടാണ് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ വീട്ടിൽ അങ്ങനെ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കണ്ട. നമ്മുടെ മക്കളുടെ നിസ്കാരത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തന്നെ കല്യാണമോ മറ്റോ വരുമ്പോൾ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? പലപ്പോഴും നിസ്കാരത്തെ ഖളാ ആകുന്ന ഒരവസ്ഥയിലേക്ക്, ദുന്യാവിനെ മുന്തിക്കുന്നു ആഖിറത്തിനെ പിന്തിക്കുന്നു എന്ന അപകടകരമായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോവുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിസ്കാരം അല്ലെങ്കിൽ അവിടെ പിന്നെ ബറക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ ഉണ്ടാവില്ല.
നമ്മുടെ കുട്ടികളുടെ നിസ്കാരത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ഉമ്മമാര്, രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നിസ്കാരം വല്ലാത്ത പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് സുബ്ഹ് നമസ്കാരത്തിന് ജമാഅത്തിന് ഇമാമ് നിൽക്കാൻ വേണ്ടി വന്നവരാണ്. ശത്രുവിന്റെ കുത്തേറ്റ് വീണ് പെടഞ്ഞ് കിടക്കുമ്പോ രക്തമിങ്ങനെ ശരീരത്തിൽ നിന്ന് വാർന്നൊലിക്കുന്നുണ്ട്. കൂടെ കൂടിയ സഹാബത്തിനോട് ഒരല്പസമയം ബോധം വന്നപ്പോ ചോദിച്ചത് നിസ്കരിച്ചോ ഞാൻ എന്നാണ്. ഞാൻ നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടില്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോ വുദു എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ ദുന്യാവിൽ നിന്ന് വിട പറയുമ്പോഴും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ മേലുള്ള ബാധ്യത തീർക്കണം, അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് നിസ്കാരം. ഈ ചിന്ത നമ്മളെ കുട്ടികൾക്കുണ്ടോ? നമുക്കുണ്ടോ? ചിന്തിച്ചോളി. ഇല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റുന്നൊരു സ്ഥലം അള്ളാഹു അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പോകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ് 1986 മുതൽ രോഗശയ്യയിലാണ്, കിടപ്പിലാണ്, സുഖമില്ല. പറ്റേ അവശനായി 5-6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം 1993 സെപ്റ്റംബർ 19-ാം തീയതി കണ്ണിയത്ത് ഉസ്താദിന് രോഗം മൂർച്ഛിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കുടുംബത്തിലൊക്കെ പരന്നു. കുടുംബങ്ങളൊക്കെ ഒരുമിച്ചുകൂടി, ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ചുകൂടി, ശിഷ്യന്മാരൊക്കെ ഒരുമിച്ചുകൂടി. മരിക്കാൻ പോവാൻ, പറ്റ അവശനായിരിക്കുന്നു. സക്കറാത്തിലെ കടുത്ത സമയത്ത് 10 മണി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഒരൽപ്പം ഇഫാഖത്ത്, ചെറിയൊരു ബോധം വന്നപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചതും ഞാൻ നിസ്കരിച്ചോ എന്നായിരുന്നു. അപ്പൊ ആ ഒരു നിസ്കാരത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു നിസ്കാരം കാരണമില്ലാതെ ഖദാ ആയാൽ 30 വർഷത്തോളം നരകത്തിൽ കിടക്കണം. ഒരു നിസ്കാരം ഖദാ ആയതിന്റെ പേര്. കാരണം എന്ന് പറഞ്ഞാൽ ശറഅ് അംഗീകരിക്കുന്ന കാരണങ്ങൾ വേണം. പീടി പോയി, ജ്യൂസ് കുടിച്ചാൻ പോയി, കല്യാണത്തിന് പോയി, ഇതൊന്നും കാരണമല്ല. ശറഅ് അംഗീകരിക്കുന്ന കാരണമാണ്. സ്കൂളിൽ പോയി, അതും കാരണമല്ല. ശറഅ് അംഗീകരിക്കുന്ന കാരണമാണ്. ഇല്ലെങ്കിൽ ഒറ്റ വഖത്ത് നിസ്കാരം ഖദാ ആക്കിയതിന്റെ പേരിൽ അള്ളാഹു പുറത്തു തന്നില്ല എങ്കിൽ വർഷങ്ങളോളം നരകത്തിൽ കിടക്കേണ്ടി വരും. ആ ഗൗരവത്തോടുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പൂർവികരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ പേടിയുള്ള ഒരു കാര്യമുണ്ട്. നാളെ ആഖിറത്തിൽ ഞാൻ ചെല്ലുമ്പോ എന്നോട് ചോദിക്കുന്ന റബ്ബിന്റെ ചോദ്യം, അബൂദർദായേ, നിനക്ക് ഇൽമുണ്ടല്ലോ, അറിവുണ്ടല്ലോ, ആ അറിവ് വെച്ച് എന്താണ് നീ ചെയ്തത്? നിനക്ക് അറിവുണ്ട്, ആ അറിവനുസരിച്ച് നീ പ്രവർത്തിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്ന ചോദ്യം എനിക്ക് വല്ലാത്ത പേടിയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ പേടിയിലാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. ഇന്ന് പേടി എന്ന് പറഞ്ഞ സാധനം നമുക്കുണ്ടോ? ആഖിറത്തിന്റെ പേടി, മരണത്തിന്റെ പേടി, ഖബറിന്റെ പേടി വാളിന്റെ സദസ്സിലിരിക്കുമ്പോഴല്ലാതെ പുറത്ത് നമുക്കുണ്ടോ? ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗൗരവമാണ്. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, ലൗ തഅലമൂന മാ അൻതും ലാഖൂന ബഅദൽ മൗത്ത് ലമാ അകൽതും തആമൻ അലാ ശഹ്വ വലാ ശരിബ്തും ശറാബൻ അലാ ശഹ്വ വലാ ദഖൽതും ബൈതൻ തസ്തളില്ലൂന ഫീഹ്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രുചികരമായി ഭക്ഷണം ആസ്വാദനത്തോടെ കഴിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വരാനിരിക്കുന്ന അവസ്ഥകൾ, മരണവും അതിനുശേഷമുള്ള കാര്യങ്ങൾ, ബർസഖിയായ ലോകം, അതെങ്ങാനും നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ രുചിമായ ഭക്ഷണം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധ്യമല്ല.
ആസ്വാദനത്തോടുകൂടെ വലാ ശരിബത്തും ശറാബൻ അലാ ശഹ്വ, ആസ്വാദനത്തോടുകൂടെ ഒരു പാനീയം നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബിയായിരിക്കുന്ന അബൂദർദാ റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ആസ്വദിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയൂല. വല ഖറജ്തും ഇല സുഉദാത്ത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ആസ്വാദനം നൽകുന്ന, സന്തോഷം തരുന്ന, സമാധാനം നൽകുന്ന നിങ്ങളുടെ വീട്, ആ വീട്ടിൽ പോയിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. വല ദഖൽതും ഇല സുഉദാത്ത്, നിങ്ങൾ പോകും വല ഖറജ്തും ഇല സുഉദാത്ത്, മലകളിലേക്ക് പോകും, ആരാരുമില്ലാത്ത സ്ഥലത്തേക്ക് പോകും, ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് പോകും, ജനങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി നിങ്ങൾ ഇബാദത്ത് എടുക്കും. വതബകൂന അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങൾ ആലോചിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാലത്തെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ആലോചിച്ച് കരഞ്ഞു പോകുമേ എന്ന് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പേടിയിൽ, പടച്ചോനെ പേടിയിൽ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു, ഞാനൊരു മരമായിരുന്നെങ്കിൽ, മനുഷ്യന്റെ ബാധ്യതകൾ വളരെ വലുതാണ്, മനുഷ്യന് വല്ലാത്ത അമാനത്തുണ്ട്, മനുഷ്യൻ ഈ അമാനത്ത് ഏറ്റെടുത്തു അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന്, ഞാൻ നിന്നെ വഴിപ്പെട്ടനുസരിച്ച് ജീവിച്ചോളാം. ഞാനൊരു മരമായിരുന്നെങ്കിൽ ആ മരം കുറച്ചു കാലം കഴിഞ്ഞാൽ അത് മുറിക്കപ്പെടുകയും അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വല്ല ജീവികൾ ഉപയോഗിച്ച് അതങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ ആഖിറത്തിൽ ഹിസാബില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം ഗൗരവമുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ മറ്റുള്ളവരെ കണ്ട് ജീവിക്കണ്ട. ഇവിടെ കാഫിര്യങ്ങളെ കണ്ട് നമ്മൾ ജീവിക്കണ്ട. അവരുടെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും ഒന്നല്ല, അത് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ നമ്മളും അവരൊക്കെ സാമൂഹികമായി നമ്മൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. പത്രം വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ പത്ര, ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാവരും ഒരേ ന്യൂസ് തന്നെ കേൾക്കണ്. പക്ഷേ ആ ചാനലുകളുടെ ഉള്ളിലൂടെ നിരീശ്വരവാദം കടന്നു വരുന്നത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചാനലുകളിൽ, വാർത്താമാധ്യമങ്ങളിൽ വാർത്ത വായിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ പരലോക ചിന്തയെക്കുറിച്ചും മതകീയമായുള്ള ജീവിതത്തെക്കുറിച്ചും മതധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചും വളരെ മോശമായി ചിത്രീകരിക്കുകയും പറയുകയും ചെയ്യുന്നത് കേൾക്കുന്ന മൂമിന്റെ ഈമാൻ കുറയുമോ കൂടുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാവരും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പലർക്കും പല ലക്ഷ്യങ്ങളാണ്. നമുക്ക് ദുന്യാവല്ലാത്തൊരു ലക്ഷ്യം നമുക്കുണ്ട്. അത് മറ്റു മതസ്ഥർക്കില്ല, അത് നിരീശ്വരവാദികൾക്കില്ല. അവരത് വിശ്വസിക്കുന്നില്ല, അവർക്കത് വിശ്വസിക്കാനുള്ള തൗഫീഖ് ഇല്ല. ആഖിറ ലോകമുണ്ട്. ആ ചിന്തയിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ജീവിതം, ഒരു മുസ്ലിമിന്റെ ജീവിതവും മറ്റുള്ളവന്റെ ജീവിതവും എന്തായാലും വ്യത്യാസമാണല്ലോ. ആ വ്യത്യാസം വേണം. ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളൊക്കെ പലതും ചെയ്യുന്നുണ്ടെന്ന ആശ്വാസത്തിൽ പുതിയ കാലത്തിന്റെ കോമാളിത്തരത്തിന് കൂടി നമ്മൾ കൂട്ടുനിന്നാൽ നാളെ ചെല്ലുമ്പോൾ വട്ടപൂജയായി നമ്മുടെ ഏട് കാണുമ്പോൾ ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഫിത്നകൾ വല്ലാതെ അധികരിച്ച ഒരു കാലമാണ്. കഴിഞ്ഞ ഒരു 5 വർഷം കൊറോണക്ക് മുമ്പില്ലാത്ത പല സാഹചര്യങ്ങളും പല അവസ്ഥകളും പല തെറ്റുകുറ്റങ്ങളും കയ്യും കണക്കില്ലാത്ത രൂപത്തിൽ വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ കൊറോണയുടെ കാലം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അതിര് നിശ്ചയിച്ച് ആഖിറു സമാനിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി ഒരു അതിര് വെച്ചതാണ് കൊറോണ. അതിന് ശേഷമുള്ള കാലത്ത് മനുഷ്യന്റെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രത്തോളം ഇസ്ലാമിക ചിട്ടകളിൽ നിന്ന്, മതമൂല്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം എത്രയോ പേരുടെ ഈമാൻ അല്ലാഹു വലിച്ചൂരി.
എത്രയോ ആളുകൾ ബിദ്അത്തുകളിലേക്ക് ചേക്കേറി, എത്രയോ ആളുകൾ ലലാലത്തിന്റെ അഹ്ലുകാരായി മാറി. വലിയ അപകടങ്ങളാണ് ആത്മീയമായി കൊറോണയ്ക്ക് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആഖിറു സമാന്റെ ഒരു ഇടനിലയാണ്, ഒരു വഴിത്തിരിവാണ് കൊറോണ. അതിനുശേഷം വല്ലാത്ത മാറ്റങ്ങളാണ്. അപ്പൊ ഇത് ആഖിറു സമാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ കാലത്തെ കോപ്രായത്തരങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നാൽ, പുതിയ കാലത്തെ ഫിത്തനകൾക്ക് നമ്മളും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ കുറച്ചൊക്കെ അമലുണ്ട്, കുറച്ചൊക്കെ ഇങ്ങനത്തതും ആവാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, അത് ചിലപ്പോൾ നമ്മുടെ അമലുകൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഡിലീറ്റ് ചെയ്ത് കളയാൻ അത് കാരണമായി പോവും. വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ, അതിലൊക്കെ പലപ്പോഴും 5 വഖത്ത് പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, നല്ല രൂപത്തിൽ ജീവിക്കുന്ന നമ്മളും ചിലപ്പോൾ അതിന് കൂട്ടുനിന്നു പോകും. അങ്ങനെ നിന്ന് പോയാൽ നമ്മൾ ചെയ്തു വെച്ച ഇബാദത്തുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം, പേടിക്കണം. കാരണം ആഖിറത്തിൽ ഒരാൾ വരാനുണ്ട്, മുഫ്ലിസ്, ഒന്നുമില്ലാത്തവൻ. ഓൻ്റെ അടുത്ത് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തവനൊന്നുമല്ല. റസൂലുള്ളാഹിനോട് സഹാബികൾ ചോദിക്കുന്നു, ആരാണ് നബിയെ അവൻ? സമ്പത്തില്ലാത്തവനാണല്ലോ, പാപ്പരായ മനുഷ്യൻ, ഒന്നുമില്ലാത്ത പരമ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനങ്ങളും അവൻ്റെ അടുത്തില്ല, സമ്പത്ത് തീരെയില്ല, അവനാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസ് വരാനുണ്ട്. എന്താ മുഫ്ലിസിന്റെ അവസ്ഥ? ഖിയാമത്ത് നാളിൽ അവൻ വരുമ്പോ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, ഒരുപാട് നോമ്പുകൾ അവൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് സകാത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വരുമ്പോൾ വഖദ് ശതമ ഹാദാ, ഇവനെ ചീത്ത പറഞ്ഞവനാണ്. വഅകല മാല ഹാദാ, ഇവന്റെ സമ്പത്ത് തിന്നവനാണ്. വസഫക ദമ ഹാദാ, ഇവനെ കൊല്ലാൻ കൂട്ടുനിന്നവനാണ്. വദറബ ഹാദാ, ഇവനെ അടിച്ചവനാണ്. ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ. നല്ല നിലക്ക് ജീവിച്ചൊരു വിശ്വാസി തന്നെയാണ്. പക്ഷേ പലതരം പ്രശ്നങ്ങൾ അവന്റെ ഏടിലേക്ക് കയറിക്കൂടി. അവിടെ ചെല്ലുമ്പോൾ അവനോട് പറയുന്നത് അവന്റെ ഹസനാത്തൊക്കെ എടുത്ത് പകരം അങ്ങോട്ട് കൊടുക്കാനാണ്. അപ്പൊ ഈ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ഖുർആൻ ഓതിയതും ഇത്തികാഫിരുന്നതും എല്ലാം ദുന്യാവിൽ കാണിച്ച അക്രമങ്ങൾക്ക് പകരം നാളെ തിരിച്ചു കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ തിന്മകൾ നേരെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എഴുതി തിന്മയുടെ ഭാരം കൂടി നരകത്തിലേക്ക് കൊണ്ടുവരും. എന്തൊരവസ്ഥയാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഗൗരവപൂർവം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ബാത്തിലായി പോകുന്ന പണി നമ്മൾ എടുക്കരുത്. ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. ഇന്നെല്ലാവരും അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ്, അടിച്ചു പൊളിച്ച ജീവിതമാണ്. സങ്കടം രോഗങ്ങൾ വരുമ്പോൾ സങ്കടം ഉണ്ടാവും. പക്ഷെ ഈ ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടൊരു സങ്കടമോ പേടിയോ ബേജാറോ അതൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് ഒരുവിധം ആളുകളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ കാലത്തിന്റെ ഫിത്നയാണ്. പുതിയ കാലത്തിന്റെ ഫിത്നകൾ നമ്മൾ കീസിലിട്ടിട്ടാണ് നടക്കുന്നത്. ഇതിലൂടെയാണ് ഇത്തരം ഫിത്നകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോ ഒരു പേടിയും ബേജാറും ഇല്ലാതെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ, ഇപ്പൊ മരണം മനുഷ്യർക്ക് നല്ല പേടിയുള്ള ഒരു കാര്യമാണ്. എന്നാൽ പുതിയ കാലത്തെ ഫിത്ന ആ മരണം വർണ്ണിച്ചുകൊണ്ട് പാട്ട് വരികയാണ്. മരണത്തെക്കുറിച്ച് പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എങ്ങനത്തെ പാട്ടായിരിക്കണം? മരണത്തിന്റെ ആ ഭയാനകത വെളിപ്പാട്ടായിരിക്കണം. എന്നാൽ പുതിയ കാലത്ത് ഇബ്ലീസ് ഉണ്ടാക്കി വിടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. രചയിതാവ് നോക്കിയാൽ ഇബ്ലീസ് എന്ന് കാണും. ആ പാട്ടുകൾ മരണത്തെ എങ്ങനെ ഭംഗിയാക്കുകയാണ്. അതിങ്ങനെ വെള്ളക്കുപ്പായൊക്കെ അണിഞ്ഞ് നല്ല ഇപ്പോൾ ഒരു പുതിയാപ്പിൾ ഇറങ്ങുന്നത് പോലെ ഇങ്ങനെ അവതരിപ്പിച്ച് വിശ്വാസികളുടെ കൽബിൽ മരണം ലഘുവാക്കി മാറ്റുന്ന ഇബ്ലീസിന്റെ കുതന്ത്രമാണത്. ഗൗരവത്തോടുകൂടെ കാണേണ്ട, പേടിക്കപ്പെടേണ്ട ഒന്നാ മരണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഫിത്നകളുടെ ഒരു കാലത്ത് പേടിയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. പേടിയോടുകൂടെ ജീവിക്കണം, മരണത്തെ പേടിക്കണം. എന്തേ? ദുന്യാവിൽ എൻ്റെ അജല് തീരുകയാണ്, നന്മകൾ ചെയ്യാൻ എൻ്റെ റബ്ബെനിക്ക് തന്ന സമയം തീരുകയാണ്. ഇനി അമലില്ല, ഇനി ഹിസാബാണ്. ഇതുവരെ ചെയ്തതിന് വാങ്ങുക എന്നതാണ് ഖബറിലെ പരിപാടി. നല്ലത് ചെയ്താൽ സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാം, വേണ്ടാത്തരങ്ങൾ ചെയ്താൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ
അതിൻ്റെ ശിക്ഷ, നരകത്തിൻ്റെ ആ പ്രയാസങ്ങളുടെ ചെറിയൊരു ഭാഗം ഖബറിലേക്ക് തുറക്കപ്പെടും. ഈ പേടിയിലാണ് വിശ്വാസി ജീവിക്കേണ്ടത്. പുതിയ കാലത്ത് ഇങ്ങനെ ആസ്വദിച്ച് വേണ്ടുവോളം സമ്പത്തുണ്ടാക്കി, വേണ്ടുവോളം തിന്നു മുടിച്ച്, വേണ്ടുവോളം സൗകര്യത്തോടുകൂടെ ആസ്വദിച്ച് ജീവിച്ച്, വേണ്ടുവോളം അങ്ങാടിയിലൂടെ തെണ്ടി നടന്ന് ഷോപ്പിങ്ങും ടൂറും ഒക്കെ ആയി ഇങ്ങനെ തെണ്ടി നടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇത് തുലക്കാനുള്ളതല്ല ജീവിതം, സമ്പാദിക്കാനുള്ളതാണ് ജീവിതം. അതുകൊണ്ട് സമ്പാദിക്കാനുണ്ട്, കുറച്ച് സമ്പാദിക്കാനുണ്ട്, ആഖിറത്തിലേക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാനുണ്ട്. അതിനാണ് ജീവിതം. കുട്ടികളും മക്കളുമായി അങ്ങാടിയിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കാനും ഷോപ്പിങ്ങിന് പോവാനും വാപ്പക്ക് കഴിയുമെങ്കിൽ ഈ കുട്ടികളെ കൂട്ടി എന്താ പള്ളിക്ക് വരാൻ കഴിയാത്തത്? ആ കുട്ടികളെ കൂട്ടി എന്താ ജമാഅത്തിന് വരാൻ കഴിയാത്തത്? ആ കുട്ടികളെ കൂട്ടി എന്താ ദിക്റിന്റെ ഹൽക്കയിൽ വരാൻ സാധിക്കാത്തത്? നമ്മുടെ ഈമാനിന്റെ കുറവാണ്. ഭയപ്പെടണം, നല്ലതുപോലെ പേടിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ മുൻഗാമികൾ ജീവിച്ചത് എങ്ങനെയാണ്? മുൻഗാമികൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ ചിരിച്ചും ആസ്വദിച്ചും ജീവിച്ചവരാണോ? നമ്മുടെ മുൻഗാമികൾ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ശരീരത്തിന്റെ രോമങ്ങൾ എണീറ്റ് നിൽക്കും. അവരുടെ കണ്ണുകൾ, ആ കണ്ണുകളിൽ നിന്ന് അതാ കണ്ണുനീർ തുള്ളികൾ ഉറ്റി ഉറ്റി വീഴുകയാണ്. എന്തേ? അവർക്ക് വല്ലാത്തൊരു തൗഫീഖ് അല്ലാഹു കൊടുത്തു. അത് പടച്ചോനെ പേടിയായിരുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. നമുക്കതിന് കഴിയുന്നില്ല. നമ്മൾ ഈ പുതിയ കാലത്ത് ഇബ്ലീസ് ഇട്ട് വട്ടം കറക്കുന്നതിന് പിന്നാലെ കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിനൊരു സ്വഭാവമുണ്ട്, അത് ഈ പല്ലിയുടെ സ്വഭാവമാണ്. പല്ലിന്റെ പിന്നാലെ ഒരു ജീവി കാക്ക കൂടിക്കഴിഞ്ഞാൽ പല്ലി വാല് മുറിച്ചിട്ട് തടി സലാമത്താക്കും. പിന്നെ കാക്ക ശ്രദ്ധിക്കുന്നത് വാലുമ്മക്കായിരിക്കും. ഇങ്ങനെ ഈ ആഖിറു സമാനിൽ ഇബ്ലീസ് നമ്മളെ പറ്റിക്കാനും നമ്മളെ ശ്രദ്ധ തിരിക്കാനും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഈ ദുനിയാവിൽ. അതുമ്മക്കാണ് നമ്മളെ കണ്ണ് പോകുന്നത്, അതുമ്മക്കാണ് നമ്മളെ ശ്രദ്ധ പോകുന്നത്. അതിലൊന്ന് ഉന്നതമായ വിജയം നേടണം, വലിയ ജോലി കിട്ടണം, വലിയ സമ്പത്തുണ്ടാക്കണം. ഇത് ഇബ്ലീസ് മുറിച്ചിട്ട വാലാണ്. ആ വാലിങ്ങനെ ഇളകുകയാണ്. ഇവിടെ മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരും ഇതിലേക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ നമ്മളും ഇതല്ല നമുക്ക് പ്രധാനം. അത് ഉണ്ടാവട്ടെ, ഉണ്ടാക്കാം, പക്ഷേ അതിന് കൂടെ മറ്റേത് നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം. ഇന്ന് കണ്ടുവരുന്ന അതാണ്. ഇത് ഉണ്ടാക്കുന്നതിനൊരു കുഴപ്പമില്ല, വലിയ ജോലിയും വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ പുതിയ തലമുറക്ക് ഇവിടെ മറ്റെന്തോ നഷ്ടപ്പെടുന്നു, ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നു, പലപ്പോഴും ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഭൗതിക ക്യാമ്പസിൽ അധ്യാപകന്മാർ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, സുന്നത്ത് കല്യാണം കഴിഞ്ഞ കാഫിര്യങ്ങൾ, അതാണ് ഇപ്പൊ സ്ഥാപനങ്ങളിൽ ഒരുവിധം അധ്യാപകർ. സുന്നത്ത് കല്യാണം കഴിഞ്ഞ കാഫിര്യങ്ങൾ, നിരീശ്വരവാദികൾ ആണ് ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസിന്റെ വരികൾക്കിടയിലൂടെ അവർ ഈ കുഫ്ർ പ്രചരിപ്പിക്കുകയാണ്, റിദ്ദത്ത് പ്രചരിപ്പിക്കുകയാണ്, വിശ്വാസങ്ങൾക്കെതിരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല നിലക്ക് വളർന്നു വലുതാവട്ടെ, ഭൗതികമായും എൻ്റെ കുട്ടി ഉയരട്ടെ, ഉഖ്റവിയായും ഉയരട്ടെ എന്ന് വിചാരിക്കുന്ന ഉമ്മക്കും വാപ്പക്കും അവിടെ പേച്ചോവാണ്. ആ കുട്ടി ബിരുദമൊക്കെ എടുത്ത് വലിയ ജോലിയൊക്കെ ആയി തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയിൽ ഈമാൻ കാണുന്നില്ല, ആ കുട്ടിയിൽ നിസ്കാരം കാണുന്നില്ല. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. നമ്മൾ തിരിച്ചറിയേണ്ട വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. പുതിയ കാലത്ത് സ്ഥാപനങ്ങളിൽ, ഭൗതിക കലാലയങ്ങളിൽ, ഇസ്ലാമിക ചിട്ടയില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടിക്ക് ഈമാൻ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോ ആദ്യമൊക്കെ കല്യാണം അന്വേഷിക്കുമ്പോ ചെറുപ്പക്കാരെ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയാപ്പളിനെ സംബന്ധിച്ച് അന്വേഷിക്കല് ലഹരിയുടെ ഉപയോഗമുണ്ടോ, നിസ്കാരവും പള്ളിയൊക്കെ ഉണ്ടോ എന്നാണ് അന്വേഷിക്കല്. എന്നാൽ ഇപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട എന്താണെന്നറിയോ? മുസ്ലിം ആണോ എന്ന് അന്വേഷിക്കണം. അഥവാ മുസ്ലിം പേരുണ്ടായിട്ട് മുസ്ലിം ആവില്ലല്ലോ, പേരുകൊണ്ടല്ലല്ലോ മുസ്ലിമാണ്. ഇസ്ലാം ഉണ്ടോ, ഖൽബിൽ ഈമാൻ ഉണ്ടോ, മുഅ്മിനാണോ, അതല്ല കാഫിർ ആയിക്കണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാലാണ്. എത്രയോ കേസുകൾ ഇപ്പൊ അങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്ത ഒരു മഹലിൽ കല്യാണം കഴിഞ്ഞ്
അപ്പോൾ ആ പെണ്ണിനെ കാര്യം ഒഴിവാക്കി വീട്ടിലേക്ക് തിരിച്ചു കൊടുത്തു. എന്താ കാരണം എന്ന് ഞാൻ കുട്ടിൻ്റെ വാപ്പാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെറുക്കൻ കാഫിറാണ്. ചെറുക്കൻ കാഫിറാണ്. ഓൻക്ക് നിസ്കാരമല്ല എന്ന് മാത്രമല്ല നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഓൻ പറയണത്. ഓൻ കാഫിറാണ്. അപ്പം കാഫിറിന് കെട്ടിച്ചു കൊടുക്കൂലല്ലോ. മുസ്ലിം ആയതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുത്തത്. പേര് മുസ്ലിം തന്നെയാണ്, പക്ഷെ ഈമാനല്ല. അപ്പൊ പുതിയ കാലത്ത് കല്യാണം അന്വേഷിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത്, ആദ്യം ചോദിക്കേണ്ടത് മുഅ്മിനാണോ എന്നാണ്. പേരിലല്ല, ഖൽബിൽ മുഅ്മിനാണോ എന്നാ ചോദിക്കേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇത് എവിടുന്നാ കുട്ടികൾക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് കുട്ടികളുടെ ഈമാൻ പോകുന്നത്? മൊബൈൽ ഫോൺ. രണ്ടാമത് ഇസ്ലാമിക അന്തരീക്ഷം ഇല്ലാത്ത ഭൗതിക കലാലയങ്ങൾ. അതുകൊണ്ട് വലിയ സമ്പത്ത് വേണം, വലിയ വീടുണ്ടാക്കണം, എന്നിട്ട് ആ വീട്ടിൻ്റെ കോലായിൽ ഒരു ചാരു കസേരട്ടിട്ട് എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും ഇരിക്കണം എന്ന് ഏതെങ്കിലും വാപ്പ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുത്തം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ പോയി കിടത്തുണ്ട്, ആ കിടത്തത്തിന് വലിയ സുഖം ഉണ്ടാവില്ല. ആ കിടത്തം നന്നാവാൻ വേണ്ടിയുള്ള പണികളാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഖബറിൽ സുഖമായി കിടക്കണം. അത് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ആത്മീയ വിദ്യാഭ്യാസവും ധാർമ്മിക ബോധവും മതമൂല്യങ്ങളനുസരിച്ചുള്ള ജീവിതവും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ ശരഈയായ ബാധ്യത. മറ്റേ ഒന്നും അത്ര ബാധ്യതയുള്ള കേസല്ല. മതപരമായ വിദ്യാഭ്യാസവും ധാർമ്മിക മൂല്യങ്ങളും ചിട്ടകളും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യലാണ് ശരഈയായ ബാധ്യത. ആ വാജിബായ കാര്യത്തെ നമ്മൾ പലപ്പോഴും പാലിക്കുന്നില്ല. മറിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ മുഴുവൻ ഈ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ മാത്രമായി പോയി. കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രചോദനവും സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലും അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കലും എല്ലാം ഒരു ഭാഗത്തേക്ക് മാത്രമാവുമ്പോൾ ഈ കുട്ടികളുടെ ഈമാൻ പോകാൻ നമ്മൾ തന്നെയല്ലേ കാരണക്കാർ? ഗൗരവപൂർവ്വം നമ്മളൊക്കെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ദുന്യാവിലെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കാൻ നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. അത് ഈ കാലത്ത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നിയേക്കാം, എന്നാൽ അത് വാസ്തവമാണ്. അത്ഭുതപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു സത്യമാണ്. മുൻഗാമികളായ ആളുകൾ ദുന്യാവിൽ അങ്ങനെ ചിറിച്ചും കളിച്ചും ജീവിച്ചിട്ടില്ല എന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, കൂടുതൽ കരയുക അല്പം ചിരിക്കുക. കൂടുതൽ കരയുക അല്പം ചിരിക്കുക എന്നാണ് ഖുർആൻ. അത് തന്നെയാണ് മുൻഗാമികളുടെ ജീവിതം. ഈ ദുന്യാവ് ആസ്വദിച്ച് ജീവിക്കാനുള്ളതല്ല. ഈ ദുന്യാവ് ആഖിറം മറന്നുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ. ഈ ദുന്യാവിൽ എന്തെങ്കിലും സുഖങ്ങളും സൗകര്യവും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വെച്ചതാണെന്ന ബോധം നമുക്ക് വേണം. ആ സുഖങ്ങളിലും സൗകര്യങ്ങളിലും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് നാളെ ഖബറും മഹ്ശറും നഷ്ടപ്പെടുന്നവനായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നമ്മളെക്കാൾ വലിയ പ്രതാപിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, വലിയ അധികാരിയായിരുന്നു, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു, അധിപനായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മൾ നടക്കും പോലെ നടന്ന് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ നടക്കും പോലെ നടന്ന് രാജ്യത്തിന്റെ തലവന്മാർ എന്തെല്ലാം വൃത്തികേടാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണോ നടന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഭരണാധികാരം കൈ കിട്ടിയതിന് ശേഷം ജീവിതത്തിൽ വല്ലാത്ത മാറ്റം. അള്ളാഹുവിനെ പേടി കൂടുക ചെയ്ത്. സാധാരണ നമുക്കൊക്കെ സമ്പത്ത് കുറച്ച് കിട്ടിയാൽ പിന്നെ പടച്ചോനെ പേടി ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഈ അധികാരിയും പ്രതാപിയും സമ്പന്നനും എല്ലാം ആയ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ രാഷ്ട്രത്തിന്റെ തലവനാണ്. ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചോ? നാട് കാണാൻ എന്ന് വിചാരിച്ചോ? അതൊക്കെ കാണാം, നാട് കാണാം, ടൂറ് പോകാം. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വാജിബാത്തുകൾ നഷ്ടപ്പെട്ടു പോകരുത്, മുഹറമാത്തുകൾ സംഭവിച്ചു പോകരുത്. അതിനേക്കാൾ നമുക്ക് മുന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുകയാണ്. അതിന് മുൻഗണന കൊടുക്കണം, പ്രാമുഖ്യം കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ വായിക്കുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്നത് ഒരു കരച്ചിലാണ്. ബഹുമാനപ്പെട്ടവർ വല്ലാതെ കരയുമായിരുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു കരച്ചിൽ നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരച്ചിൽ ഉണ്ടായിട്ടുണ്ടോ? ഇൽമിന്റെ സദസ്സിലല്ല, വാളിന്റെ സദസ്സിലല്ല, ഒറ്റയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ റബ്ബിനെ ആലോചിച്ചുകൊണ്ട്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മഹ്ശറും സിറാത്തും എങ്ങനെ കൈകാര്യം ചെയ്യും, ഞാനതെങ്ങനെ വിട്ടുകിടക്കും, ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും
എന്നതിനെ ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു കരച്ചിൽ ജീവിതത്തിൽ ഈ 30 വയസ്സിനിടക്ക്, 40 വയസ്സിനിടക്ക്, 50 വയസ്സിനിടക്ക് ഉണ്ടായിട്ടുണ്ടോ? ഗൗരവപൂർവ്വം ചിന്തിക്കുക. ഭരണാധികാരിയായിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ആ കരച്ചിൽ കേട്ട് ഭാര്യ ഫാത്തിമ കരയുമായിരുന്നു. ആ കരച്ചിൽ കാണുമ്പോ സമീപത്തുള്ളവരൊക്കെ കരയുമായിരുന്നു. ലാ യദ്രി ഹൗലായി മാ അബ്കാ ഹൗലാ, എന്തിനാണ് കരയുന്നത് എന്ന് ഇവർക്കാർക്കും അറിയില്ല. അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ അറിയൂ. ബഹുമാനപ്പെട്ടവർ കരയുമ്പോ ഇവരൊക്കെ അങ്ങനെ നിന്ന് കരയും. ഭാര്യ ചോദിക്കും, യാ അമീറൽ മുഅ്മിനീൻ മിമ്മ ബകൈത, എന്തിനാ കരയുന്നത് എന്ന് ഭാര്യ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ, ഈ അധികാരം എന്ന് പറയുന്ന വലിയ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ മറുപടി ചിന്തിക്കേണ്ട ഒന്നാണ്. ദക്കർതു യാ ഫാത്തിമ, ഫാത്തിമ ഞാൻ ചിന്തിച്ചു പോയി, മുൻസറഫൽ ഖൗമി മിൻ ബൈനി യദയില്ലാഹി അസ്സ വജൽ, കൊട്ടാരത്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള കരച്ചിലാണ്. ഇൽമിന്റെ സദസ്സിലല്ല, വഅദിന്റെ സദസ്സിലല്ല. അവിടെ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് പറയുന്നു ഫാത്തിമ, ദക്കർതു മുൻസറഫൽ ഖൗമി ബൈന യദയില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ആ ഹിസാബൊക്കെ കഴിഞ്ഞ് ആളുകൾ 2 ചേരിയായി മാറിപ്പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗം ഞാൻ ആലോചിച്ചു പോയി. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിൽ, മറ്റൊരു വിഭാഗം നരകത്തിൽ. അതാണ് ഞാൻ ചിന്തിച്ചു പോയത്. ഞാൻ ഏതായിരിക്കും എന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ ബോധം പോയി എന്ന് ചരിത്രം. പേടിച്ചിട്ട് ബോധം പോകുന്നവരായിരുന്നു മുൻഗാമികൾ. ഇന്ന് നമുക്ക് ഈ പേടിയില്ല. ഈ പേടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? പ്രശ്നം ഇടത്തെ ഭാഗത്ത് 7 കനം കൂടുന്നുള്ളതാണ്. ഈ പേടിയില്ലാത്തോണ്ടുള്ള. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് ബോധം പോവുക. ഇതൊരു സംഭവമാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ളവരും അതിന് പിന്നെയുള്ളവരും ജീവിതത്തിൽ നമുക്ക് കാണാം. ബുക്കാ, കരച്ചിൽ, അത് വല്ലാത്തൊരു ഇബാദത്താണ്. ഒരു തുള്ളി കണ്ണുനീർ വന്നാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷി നിൽക്കാൻ അത് മതി. നാളെ നരകത്തിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ അത് മതി. അതുകൊണ്ട് ഈ കരച്ചിലും പേടിയും ആഖിറത്തിനെ കുറിച്ചുള്ള പേടിയും നമുക്ക് ദുനിയാവിൽ വേണം. ഈ ഭൗതികതയിൽ ഇങ്ങനെ ആസ്വദിച്ച് വിശ്വാസം ഖൽബിലുള്ള ഇല്ലാത്തവരുടെ ജീവിതമാവരുത് മുസ്ലിമായ എന്റെയും നിങ്ങളുടെയും ജീവിതം. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. പേടിക്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയല്ലത്. പേടിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണല്ലത്. നമുക്ക് ഈ പേടി വരാത്തത് എന്തുകൊണ്ടാണ്? ഈ പേടി നമുക്ക് വരാത്തത് ഈ രംഗം നമ്മുടെ മുമ്പിൽ ഹാദിറായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഹാദിറായാൽ നമ്മൾക്കും നിലത്ത് ശരിക്കും നിപ്പിട്ടില്ല. ഇത് ഹാദിറായിട്ടില്ല. പക്ഷെ നമ്മുടെ മുൻഗാമികളുടെ ഒരു പ്രത്യേകത, അവരുടെ ഈമാന്റെ പവർ കൊണ്ട് അങ്ങ് വിദൂരമായി കിടക്കുന്ന കാര്യങ്ങളെ അടുത്തതായി കാണാൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നതാണ്. ഇത് നമുക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ നാടിന്റെ പൗരത്വം അത് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ സംജാതമായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാഹചര്യം വന്നാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് കരഞ്ഞുകൊണ്ട് എന്നോട് പറയാ, മറ്റേ പേര് രജിസ്റ്റർ കൊടുത്തപ്പോ എൻ്റെ പേര് ശരിയാവണില്ല, അതിൽ കേറുന്നില്ല, അതുകൊണ്ട് വല്ലാത്ത പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ കരയാണ്. മുമ്പിൽ ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് പേടി വരും. നമ്മളൊക്കെ അവസ്ഥ അതാണ്. നമ്മളൊക്കെ അവസ്ഥയാണത്. ഈ ഒരു സാഹചര്യം, ഭയാനകമായിരിക്കുന്ന ഒരു സാഹചര്യം മുമ്പിൽ വരുമ്പോൾ നമുക്ക് പേടി വരും. ഇത് നമുക്ക് ഈ പേടി, ഈ പറഞ്ഞ പേടിയൊക്കെ നമുക്ക് നാളെ വരാനുള്ളത് തന്നെയാണ്. പക്ഷെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുൻഗാമികൾ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവര്, അവർക്ക് ഈ പേടി ദുന്യാവിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു അള്ളാഹു കൊടുത്തൊരു കഴിവ്. ആ പേടി ഇപ്പൊ തന്നെ കിട്ടും. നമുക്ക് ഈ പേടി കിട്ടണില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും ഈ ദുന്യാവിൽ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എന്താ പറഞ്ഞ്? ഒരു മുഅ്മിന്റെ അവസ്ഥയെ പറയണേ, ഇന്നൽ മുഅ്മിന യുസ്ബിഹു ഹസീന. മുഅ്മിൻ ടെൻഷനോട് കൂടെ ആയിരിക്കും പ്രഭാതത്തിലേക്ക് കടന്നു വരിക.
എന്താ ടെൻഷൻ? നമുക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ദുന്യാവിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ബിസിനസിന്റെ കാര്യത്തിലും നമ്മുടെ കൃഷിയുടെ കാര്യത്തിലും മറ്റുള്ള ഏർപ്പാടിലും ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികം. അതല്ല ഇപ്പൊ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ടെൻഷൻ ആഖിറത്തിന്റെ ടെൻഷൻ. വയുംസി ഹസീന, വൈകുന്നേരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഓനിക്ക് ടെൻഷൻ തന്നെ. ആർക്ക്? മൂമിൻ. വലിയ ആലിമായിരിക്കുന്ന വലിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹസൻ ബസരി അള്ളാഹുവിന്റെ വാക്കുകളാണ്. ശരിയായ മൂമിൻ, ഈമാൻ എന്ന് പറഞ്ഞ് ഏറ്റവും വ്യത്യാസത്തെ സ്വീകരിക്കുന്ന സാധനമാണ്. നമ്മുടെ ഈമാൻ അല്ലല്ലോ നമ്മുടെ പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഈമാൻ. അവരുടെ ഈമാൻ അല്ല അതിന്റെ മുൻഗാമികളുടെ ഈമാൻ. അവരുടെ ഈമാനല്ലോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ ഈമാൻ. അപ്പൊ ശക്തമായ ഈമാനുള്ള ആളുകളുടെ സ്വഭാവം നേരം വെളുക്കുമ്പോ ടെൻഷനാണ്, വൈകുന്നേരമാവുമ്പോഴും ടെൻഷനാണ്. ലാ യസ്അഉഹു ഗൈറു ദാലിക്, ഇതല്ലാത്തൊന്നും പറ്റൂല, ഇതല്ലാത്ത കഴിയൂല. ഇതല്ലാത്തൊന്ന് ശരിയായ മൂമിന് കഴിയൂല. എന്തേ കാരണം? ലിഅന്നഹു ബൈന മഖാഫതൈൻ, ഓൻക്ക് അങ്ങോട്ട് നോക്കിയാലും പേടിയാണ്, ഇങ്ങോട്ട് നോക്കിയാലും പേടിയാണ്. ബൈന ദംബിൻ ഖദ് മളാ ലാ യദ്രി മല്ലാഹു യസ്നഉ, കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ എന്താണ് അള്ളാഹു അതിൽ ചെയ്യുക? ലാ അദ്രി, അറിയില്ല. അവിടെ നോക്കിയാലും പേടിയാണ്, ഇങ്ങോട്ട് നോക്കിയാലും പേടിയാണ്, മുന്നിക്ക് നോക്കിയാലും പേടിയാണ്. ജലിൻ, വരാനിരിക്കുന്ന ഈ ജീവിതത്തിന്റെ വാലിഡിറ്റി തീരുന്ന ഒരു സമയമുണ്ട്. ഖദ് ബഖി ലാ യദ്രി മാ യുസീബു ഫീഹി മിനൽ മഹാലിക്, എന്തൊക്കെ മുസീബത്തുകളാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് അറിയില്ല. ഈ രണ്ട് പേടികൾക്കിടയിലല്ലേ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് പേടികൾക്കാണെങ്കിൽ, ആ രണ്ട് പേടികൾക്കാണ് നമ്മുടെ ഇടയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ രാവിലെയും ടെൻഷൻ, വൈകുന്നേരവും ടെൻഷൻ. ഇതല്ലാത്തൊന്നും സാധിക്കൂല എന്ന് ശരിയായ മുമ്പിന്റെ ഒരു സ്വഭാവ. ഇന്ന് നമുക്ക് പേടി ഒരു 10% അല്ലെ 5%, പ്രതീക്ഷ 90%. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. പേടി വല്ലാതെ കുറച്ച് കൂടണം. നമ്മുടെ മുൻഗാമികൾക്കൊക്കെ പേടി 50%-ത്തിലും കൂടുതലായിരുന്നു. 70, 80, 90% ഇരുന്ന അവരെ പേടി. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദുന്യാവിന്റെ ജീവിതം ചിലപ്പോൾ താളം തെറ്റും. പക്ഷെ ദുന്യാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്തതാണ് അള്ളാന്റെ അടുക്കൽ. അപ്പൊ പേടി കൂടിയാൽ 80, 70, 90% പേടി വന്നാൽ ദുന്യാവിന്റെ ജീവിതം താളം തെറ്റും. മഹാന്മാരായ ആളുകൾ തീരുമാനിച്ചു, താളം തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ആഖിറം കിട്ടുമല്ലോ. പേടിക്കുന്നതനുസരിച്ച് ആഖിറത്തിൽ നിർഭയത്വം ലഭിക്കും. ഇവിടെ എത്രത്തോളം പ്രതീക്ഷ കൂടുന്നോ അത്രത്തോളം നാളെ പേടിക്കേണ്ടി വരും. പണ്ഡിതന്മാരുടെ വാക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് പേടി കുറച്ച് കൂടാണ്ട്. അത് 5, 6, 10 ഒക്കെയാണ്. അതൊരു 50% മരിക്കുന്നുമ്പ് പേടി വരണം. പേടി നല്ലോണം കൂടണം. ആ പേടിയാണ് കൂടേണ്ടത്. പ്രതീക്ഷ വെള്ള നിറച്ച് നമുക്കുണ്ട്. ആ പ്രതീക്ഷ ഇനിയിപ്പോ ഒരു പ്രതീക്ഷന്റെ ഒരു വാഴലിന്റെ ആവശ്യം ഇല്ല, പ്രതീക്ഷന്റെ വാഴലിന്റെ ആവശ്യമില്ല, പേടിയുടെ വാഴലാണ് ആവശ്യം. പേടി നമുക്ക് വല്ലാതെ കൂടണം. അങ്ങനെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈമാനില്ലാത്തൊരു കാലാണ്. ഈ കാലത്ത് ജീവിക്കുമ്പോൾ പുതിയ കാലത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുതിയ കാലത്ത് വായിക്കുമ്പോൾ അപകടകരമായ ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ വിശ്വാസി ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കുന്നതാണ്. മുതിർന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഈമാൻ എടുക്കുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. ഈമാൻ പതുക്കെ ഇളകി തുടങ്ങുന്നു, വിശ്വാസം ദുർബലപ്പെട്ടു തുടങ്ങുന്നു. ഇന്നിപ്പോ ചില ചാനലുകാർക്കൊക്കെ ഒരു പരിപാടി ഉണ്ട്, റോട്ടും ഇറങ്ങിയിട്ട് അഭിപ്രായം ചോദിക്കുക. കിതാബിലുള്ളതിനെ കുറിച്ചും ഖുർആനിലുള്ളതിനെ കുറിച്ചും ഹദീസിലുള്ളതിനെ കുറിച്ചും റോട്ടും ഇറങ്ങിയിട്ട് ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും മദ്രസ പോയി 7ലും 8ലും പോയി നിർത്തിയ കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക. റോട്ടും ഇറങ്ങിയിട്ട് സ്കൂളിൽ വിടുന്ന സമയത്ത് ഈ മൈക്കേറ്റ് ചെല്ലും. ഇത് ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി അവർ ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കണം. അതിന് ഈമാനില്ലാത്ത കുറെ ആളുകൾ അവരിതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിടുന്ന സമയത്ത് ഈ കുട്ടികളുടെ അടുത്തേക്ക് മൈക്കേറ്റ് ചെല്ലും. അയറ്റങ്ങൾക്ക് ഒരു ബോധമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. മാത്രമല്ല എല്ലാവരും നഫ്സ് പറയുന്നത് എന്താ ശരീരം പറയുന്നത്? ശരീരം പറയണത് ആസ്വദിക്കണം എന്നാണ്. ശരീരം പറയണത് നിയമങ്ങളൊന്നുമില്ലാതെ അഴിഞ്ഞാടി ജീവിക്കണം എന്നാണ്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ചില തടവറകൾ വെച്ചത്
പോകല്ല കുട്ടി നരകത്തേക്ക് എന്നതിനാണ്. നരകത്തേക്ക് ചാടല്ലേ എന്ന് പറഞ്ഞ് ബേക്കോട്ട് വലിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് ആ നരകത്തിലേക്ക് ചാടല്ലേ എന്ന് പറഞ്ഞ് ഊരക്ക് കയറിട്ട് നമ്മളെ വലിക്കുകയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കുട്ടികളോട് പോയി അഭിപ്രായം ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും ഹിജാബ് അതുവാണെന്നൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇത് കൊറോണയ്ക്ക് ശേഷം ആഖിറു സമാന്റെ പുതിയൊരു സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആഖിറത്തിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കുക. ആഖിറത്തിനെ കുറിച്ച് റോട്ടുമിറങ്ങിയിട്ട് ഒന്ന് ചോദിച്ചു നോക്കുക. ഈ കുട്ടികൾ പറയും, കുട്ടികളല്ല, വല്ലാതെ മൊബൈൽ ഫോണിൽ നിരീശ്വരവാദികളുടെ പ്രസംഗങ്ങളും വീഡിയോസും ചാനലും ഇതിങ്ങനെ കണ്ട് വ്ളോഗർമാരും യൂട്യൂബർമാരും അവരൊക്കെ ഇമാമിയങ്ങളാക്കി വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. ചോദിച്ചു നോക്കുക ആഖിറത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം. പറയണേക്ക നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ച് പോരുന്നത്, എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കണത്, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കണത്, അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുക, അങ്ങനെ ഉണ്ട് എന്ന് പറയണേക്ക. ഈ രൂപത്തിലാണ്. ഇത് മുനാഫിഖിന്റെ പെരുമാറ്റമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പറഞ്ഞത് ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള ഒരു സംസാരം, അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ കേൾക്കുന്നുണ്ട്, ഈ രൂപത്തിലുള്ള സംസാരം ഇത് ഖബർ ചെന്ന് പറഞ്ഞാൽ വിവരം അറിയും. അവിടെ മലായിക്കത്ത് വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, മുഅ്മിനായ മനുഷ്യനോട് പറയുന്നുണ്ട്, മുനാഫിഖിനോട് പറയുന്നുണ്ട്. എന്താ മുനാഫിഖ്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉള്ളിൽ ഈമാൻ ഇല്ലാത്തവൻ. ഓനോട് മലായിക്കത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തെ അറിയോന്ന്. വിശ്വാസിയാണെങ്കിൽ പറയും അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എനിക്കറിയാം. പക്ഷേ ശരിയായ ഈമാൻ ഇല്ലാത്തവൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന വർത്താനം സമിഅ്തു الناس يقولون, ആൾക്കാരൊക്കെ അങ്ങനെ പറയണേ ഞാൻ കേട്ടു. ഫഖുൽതു മിസ്ലഹു ലാ അദ്രി മാ ഹുവ, ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല, ശരിക്കും പോലെ എനിക്കറിയില്ല, ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, അങ്ങനെ കേട്ടിക്കണ്, ഞാനും അങ്ങനെയൊക്കെ തന്നെ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖബറിലുള്ള ശിക്ഷ, അതാ ശക്തമായ ശിക്ഷ ആ ഖബറിനോട് അവന്റെ മേൽ ഇടുങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും വാരിയെല്ലുകൾ കോർക്കുന്നത് പോലെ വാരിയെല്ലുകൾ തകരാറായി കോർവ സിദ്ധിക്കുന്ന കോർത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയും പ്രയാസവും എത്രത്തോളമാണോ അത് സഹിച്ചുകൊണ്ടിരിക്കണം. ഫലാ യസാലു ഫിഹാ ഹത്താ യബ്അസഹുല്ലാഹ്, ഇനി ഖിയാമത്ത് നാൾ വരെ ഇത് അനുഭവിക്കണം, ഇത് സഹിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അധികാരങ്ങൾ, സർവ്വ അധികാരങ്ങളും അള്ളാഹു തുറന്നു കൊടുത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇബ്ലീസ് നമ്മളെ വഞ്ചിക്കുന്നത് നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല. ഇബ്ലീസ് വലിയ ബുദ്ധിയുള്ള ആളാ. ഇബ്ലീസ് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ട്രാപ്പുകൾ ഒരുക്കി മുതിർന്നവരെയും കുട്ടികളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഇബ്ലീസ് നടക്കുന്നത്. പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയമല്ലാത്ത ബാക്കി 18 മണിക്കൂറും ഇബ്ലീസ് നമ്മളോട് വഅദ് പറയുന്നുണ്ട്. ഇബ്ലീസ് നമ്മളോട് വഅദ് പറയുന്നുണ്ട്. 18 മണിക്കൂറായി ഇബ്ലീസിന്റെ വഅദ് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹറാമുകൾ കാണുമ്പോൾ അതിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കണത്, ഇല്ല നോക്കൂല, ഇല്ല ഒരു മുഅ്മിൻ നോക്കൂല. ഈ 18 മണിക്കൂർ ഇബ്ലീസ് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 18 മണിക്കൂർ വഅദിനെ മറികടക്കാൻ ഞമ്മക്ക് എത്ര നേരം വഅദ് കിട്ടണത്? 1 മണിക്കൂറെങ്കിലും ഡെയിലി വഅദ്, ഇബ്ലീസിന്റെ വഅദിനെ ബാത്തിലാക്കിക്കൊണ്ട് വേറെ വഅദ് വേണ്ടേ? ആ വഅദ് നമുക്കില്ല. മൊബൈൽ ഫോണിൽ വഅദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കണ്ടേ? അപ്പോ 18 മണിക്കൂർ ഇബ്ലീസ് വഅദ് പറയുന്നത് തിരിച്ചു വഅദ് നമുക്ക് കിട്ടണില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോകുന്നു, ഹറാമുകൾ ജീവിതത്തിൽ വല്ലാതെ വർദ്ധിക്കുന്നു, വാജിബാത്തുകൾ വിട്ടുപോകുന്നു. ഇങ്ങനെ പതുക്കെ നരകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടാകാൻ കൂടി പറയാണ്. ജ്യേഷ്ഠന്റെ മക്കള്, അഞ്ചന്റെ മക്കള്, ജ്യേഷ്ഠത്തിന്റെ മക്കള്, അഞ്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ് കുട്ടികളെ ഒപ്പം ഇരുത്തുകയും ഒപ്പം കടത്തുകയും ഒപ്പം നടത്തുകയും ചെയ്യുമ്പോൾ അതൊക്കെ വഴിവിട്ട ബന്ധങ്ങളിലേക്കും
വൃത്തികേടിലേക്കും കടന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ കേസുകൾ ഈ രൂപത്തിൽ. ആങ്ങളെയും മങ്ങളുവാ, വല്യമ്മക്ക് ഓൽക്ക് അങ്ങനെയല്ല, വല്യമ്മക്ക് ആങ്ങളെയും മങ്ങളുവാ. പക്ഷെ ഓലെ സംബന്ധിച്ചിടത്തോളം ഭാര്യ പോവാ. ആര്? എളാപ്പാന്റെ മോന്, മൂത്താപ്പാന്റെ മോന്, ജ്യേഷ്ഠത്തി അഞ്ചത്തിന്റെ മക്കള്. എത്രയോ കേസുകൾ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ടൊരു സംഭവം. രണ്ടാമതൊരു സംഭവം എൻ്റെ അടുത്ത് വന്നു. അതിൻ്റെ പ്രായം പറഞ്ഞുതരാം. അത് ജ്യേഷ്ഠൻ്റെ അഞ്ചൻ്റെ മക്കളല്ല, ആങ്ങളുടെ മങ്ങളല്ല, സ്വന്തം ആങ്ങളെയും മങ്ങളുവാ. പ്രായം കേട്ടാൽ ഞെട്ടിപ്പോകും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രായമായാൽ മാറ്റിക്കടത്തണമെന്ന്. അത് ശ്രദ്ധിക്കാത്ത പോത്തുകളായി നമ്മൾ പോകുമ്പോണ്ടാണ് ദുരവസ്ഥയാണിത്. ആങ്ങളെയും മങ്ങളുവാ. എത്രയാ പ്രായം? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, നേരെ അഞ്ചത്തി, നേരെ അനിയത്തി. എത്രയോ തവണ ആ കുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞതാ. കുട്ടിയിൽ മാനസികാസ്വാസ്ഥ്യം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കൊടുന്നതാണ്, നമ്മളെ നാട്ടിലുള്ളതല്ല. ആ കുട്ടി നേരിട്ട് പറഞ്ഞാണ്, ഞാൻ എത്രയോ തവണ എൻ്റെ അനിയത്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കാൻ പറയാം. ചെറിയ കുട്ടിയല്ലേ, ഇതൊന്നും എങ്ങനെ അറിയാൻ? നിങ്ങൾ ഈ അടുക്കളയിൽ നിൽക്കണോണ്ട് അറിയാത്തതുകൊണ്ടാണ്. ഇത് പുറത്തിറങ്ങി വെക്കണമല്ലേ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. അവർക്കിതൊന്നും അറിയാത്തൊന്നുമല്ല. അവർക്കൊക്കെ ഇത് 1ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് കിട്ടുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഇതറിയാം. അതുകൊണ്ട് ഇത് മൃഗത്തിനേക്കാൾ അധപ്പതിച്ചൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇത് ഇബ്ലീസിന് സർവ്വ അധികാരങ്ങളും തുറന്നു കൊടുത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം. ആങ്ങളാണ് പെങ്ങളാണ്, ആങ്ങളാണ് പെങ്ങളാണ് എന്നൊന്നും ന്യായം പറയണ്ട. കുട്ടികൾക്ക് പ്രായപൂർത്തിയാവാനും കാത്തു കണ്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത് പ്രായപൂർത്തിയായിക്കണോ? പ്രായപൂർത്തിയാവാനൊന്നും കാത്തു കണ്ട. കുട്ടികളെ നല്ല ശ്രദ്ധിച്ചോളുക. ഇല്ലെങ്കിൽ വീട് അത് വേശ്യാലയമായി പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മക്കളെ നല്ല തർബിയത്തിൽ വളർത്താൻ വാപ്പാക്കും ഉമ്മാക്കും കഴിഞ്ഞോ, അവർക്കാണ് നാളെ സ്വർഗം. ഇല്ലെങ്കിൽ ഈ മക്കൾ തന്നെ നാളെ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വാപ്പയും ഒരു ഉമ്മയും, അപ്പം ഞാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക മക്കളുടെ ശരീരം, രോഗം, ആ കുട്ടികളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ, ആ ഭൗതിക വിദ്യാഭ്യാസം, ഇതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കും. പക്ഷേ ആത്മീയ വിദ്യാഭ്യാസം, മതപരമായ ചിന്തയും ധാർമ്മിക ബോധവും മൂല്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നിടത്ത് ഞാനും നിങ്ങളും എത്ര ബാക്കിലാണോ, അത് ഇന്ന് നമുക്ക് ഗുണം ചെയ്യും. ഇന്നും അല്ലാത്ത ഗുണ. എൻ്റെ മോൻ പഠിച്ച് വലിയ ബിസിനസ്സായി, വലിയ ജോലി നേടി, കോടികൾ സമ്പാദിച്ച് ഇന്നെങ്ങനെ ആ കാറിൻ്റെ മുമ്പിൽ, സീറ്റിലല്ല മുമ്പിൽ അതുമിരുത്തി ഇങ്ങനെ അങ്ങാടി കൂടി കൊണ്ടുപോകുമ്പോൾ എന്ത് രസമാണ് ആൾക്കാർ കാണുമ്പോൾ എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ പൂതി വെച്ച് നടക്കണ്ട. ഈ കുട്ടികൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇതൊന്നല്ല പറയല്. എനിക്ക് എൻ്റെ ഉമ്മയും മാപ്പയും വിദ്യാഭ്യാസം തന്നു. എത്ര? 10, 12, 15, ഡിഗ്രി 15, പിന്നെ അത് കഴിഞ്ഞ് MA ഒക്കെ കഴിഞ്ഞ് 17, 20, ഒരു ക്ലാസ്സിൻ്റെ കണക്ക് വെറുതെ കൂട്ടുക. എന്നാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് മതവിദ്യാഭ്യാസം തന്ന 10. റബ്ബിനോട് പറയും, അള്ളാഹുവേ, ഇബ്ലീസ് ഇങ്ങനെ വാഴ്ന്നു പറയുമ്പോൾ തിരിച്ച് വാഴ്ന്നു എനിക്ക് കിട്ടിയിട്ടില്ല. രാവിലെ 2 മണിക്കൂർ മദ്രസ കിട്ടിയത് 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ഉമ്മ മതവിദ്യാഭ്യാസവും ധാർമ്മിക ചിന്തകളും ബോധങ്ങളും ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ദുന്യാവിൻ്റെ ആർത്തി കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വലിയ ആളാവണമെന്ന് വിചാരിച്ച ആള് ആഖിറത്തിലൊന്നും അല്ലാതായി പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മക്കളെ നല്ല ബോധത്തിൽ നമ്മൾ വളർത്താൻ ശ്രമിക്കുക. മക്കൾക്ക് മതപരമായ ബോധ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒറ്റൊന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് പറ്റ ദാരിദ്ര്യമുള്ള ഒരു നാടായിരുന്നു. എല്ലാ നാടും, നമ്മളെ നാടും, എല്ലാ നാടും അങ്ങനെയായിരുന്നു. ഇന്ന് സമ്പത്ത് വല്ലാതെ പെരുകിയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തഖൂമു സ്സാഅതു ഹത്താ യക്സുറൽ മാൽ. ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് സമ്പത്ത് വല്ലാതെ അധികരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഹത്താ യഖ്റുജ റജുലു ബിസകാത്തി മാലി. ഒരു മനുഷ്യൻ അവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്തും എടുത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കും. ഫലാ യജിദു ഒരാളെയും കിട്ടൂല. അവകാശിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും കൊടുത്താലും ഓൻ അവകാശിയാക്കാൻ പറ്റില്ലല്ലോ. അവകാശിക്ക് കൊടുക്കണം, അവകാശിയെ കിട്ടുന്നില്ല.
രണ്ടാമത്തത് വഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വഅൻഹാറ, അറേബ്യൻ നാടുകൾ അത് വലിയ പാർക്കുകളാവും, വലിയ സൗകര്യങ്ങളും വലിയ പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് സ്വർഗങ്ങൾക്ക് തുല്യമായി അറബി നാടുകൾ മാറുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇതൊക്കെ വന്നിക്കണമെന്ന് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവസാനം ഈമാനുള്ള മനുഷ്യൻ ഇവിടുന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതാ പള്ളിക്കാട്ടിലൂടെ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ മോമിനായ മനുഷ്യൻ പറയും, പടച്ചോനെ, ഈ ദുന്യാവിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ, കുഫർ നിറഞ്ഞ ഈ ഒരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ, അയലോക്കത്തുള്ള മുഴുവൻ കാഫിറായിപ്പോയി, ഈ മുസ്ലിമായിരിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന എന്നെ പരിഹസിക്കുന്നു, എന്നെ ചീത്ത പറയുന്നു, എന്നെ മോശമായി കാണുന്നു, എനിക്ക് ഇസ്സത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കിടക്കുന്ന എൻ്റെ സഹോദരൻ, ഖബറിൽ കിടക്കുന്ന ഈ സഹോദരനെ പോലെ ആ ഖബറിൽ ഞാനൊന്ന് കടന്നിരുന്നെങ്കിൽ, ഈ ഭൂമിലോകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മരണപ്പെട്ടുകൊണ്ട് പള്ളിക്കാട്ട് പോയി കടന്നിരുന്നെങ്കിൽ എന്ന് യഥാർത്ഥ വിശ്വാസി പറയുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. കൂടുതലായി ഇപ്പൊ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് അത് പറയുന്നില്ല. സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓരോ ഹദീസ് എടുത്തു നോക്കുമ്പോഴും 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്, ഓരോന്ന് കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ പവർ നമ്മൾ മനസ്സിലാകുകയാണ്. ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുന്നവർക്കറിയാം, ഓരോന്ന് കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ പവർ മനസ്സിലാകുകയാണ്. 1400 കൊല്ലം മുമ്പ് ഇതൊന്നും തിരിയാത്ത കാലത്ത് അതൊക്കെ അവിടുന്ന് പറഞ്ഞു വെച്ചല്ലോ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ കഴിച്ചിലാവാൻ വേണ്ടി. നമ്മൾ കുടുങ്ങരുതേ, ഖബറിൽ കുടുങ്ങരുത്, മഹ്ശറിൽ കുടുങ്ങരുത്, സിറാത്തിൽ കുടുങ്ങരുത്, സ്വർഗത്തിലെത്തണം. ഇതിനു വേണ്ടി ഈ ഹദീസുകളൊക്കെ പറയുന്ന സമയത്ത് അന്നത്തെ വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. ആ ഹദീസുകളിൽ വലിയ അലാമത്തുകളല്ലാത്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നിരീക്ഷിക്കുന്നവർക്കറിയാം, ചിന്തിക്കുന്നവർക്കറിയാം, ആലോചിക്കുന്നവർക്കറിയാം. പുണ്യപ്രവാചകൻ 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചത് ഞമ്മക്ക് വേണ്ടിയാണെന്നെങ്കിലും മനസ്സിലാക്കി. എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. സമൂഹത്തിൻ്റെ പിന്നാലെ മണ്ടരുത്. ഇബ്ലീസ് മുറിച്ചിട്ട വാലിൻ്റെ പിന്നാലെ ഭൗതിക സുഖങ്ങൾക്കും സമ്പത്തുകൾക്കും ആഡംബരങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും ആരെങ്കിലും അവിടെ പോയി അത് കാട്ടി, ഇവിടെ പോയി ഇത് കാട്ടി എന്ന് വിചാരിച്ച് നമ്മളതിൻ്റെ പിന്നാലെ മണ്ടി നമ്മുടെ ലക്ഷ്യം മറക്കരുത്. നമ്മുടെ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. ആ നരകത്തിൽ നിന്ന്, സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുള്ള നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ദൗത്യം ജീവിതത്തിൻ്റെ ദൗത്യമായി കണ്ട്, ആ ലക്ഷ്യം ജീവിതത്തിൻ്റെ ദൗത്യമായി കണ്ട് റബ്ബിനെ പേടിച്ച് അള്ളാഹുവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കുക. അതിനുള്ള പിന്തുണ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മദദ് കൊണ്ട്, അവിടെ ഹഖ് ജാഹ് ബറക്കത്തുണ്ട്. പ്രവാചകൻ പറഞ്ഞതുപോലെ സുന്ദരമായി ഒരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. റഹ്മാനു റഹീമുമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് കബൂലാക്കണേ റഹ്മാനെ, സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്.
ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഓതിയ പരിശുദ്ധ ഖുർആൻ ഖബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസിനോ ഖബൂലാക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞതിന് ഖബൂലാക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾ എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ അതൊക്കെ നീ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങളുള്ളവർക്ക് പരിപൂർണമായ ശിഫാ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫാ നൽകണേ ഷാഫി. ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കാൽമുട്ട് വേദന, ഊരവേദന, ഡിസ്കിന് കംപ്ലൈൻറ്റ്, ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം ശിഫയാക്കണേ അല്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ മിസ്ലി സവാബിനെ ഞങ്ങളാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. വിശിഷ്യ ഞങ്ങളുടെ മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറുപട്ട് കടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ സുഖമാക്കണേ അല്ലാഹ്. സുഖലോക സ്വർഗമാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ആശ്വാസമുള്ള ഖബർ നൽകണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന ഖബറാക്കണേ റഹ്മാനെ. നരക അദാബിനെ തൊട്ട്, ഖബറിൻ്റെ അദാബിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തിരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് സേവനം ചെയ്യുന്നവർ, ഖിദ്മത്ത് ചെയ്യുന്നവർ, അതിനുവേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സാമ്പത്തികമായി മാനസികമായി സഹായിക്കുന്നവരുണ്ടല്ലോ റഹ്മാനെ. അതൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഖബൂലാക്കണേ റഹ്മാനെ. നന്മകൾ അധികമായി തൂകുന്നതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിറുസ്സമാന്റെ ഫിത്നയെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. സ്വർഗം ലഭിക്കാവുന്ന അമലുകൾ ഞങ്ങൾ ചെയ്തിട്ടില്ല, എന്നാലും നരകം ലഭിക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. എല്ലാ ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാഫാക്കണേ റഹ്മാനെ. എല്ലാ തെറ്റുകളും വിട്ടുപുറത്തു മാഫാക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഉള്ള സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ദില്ലത്തിലാക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണതുണ നൽകണേ റഹ്മാനെ. ദിനേനെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണല്ലോ റഹ്മാനെ. ഞങ്ങളെ റോട്ടിൽ ചിതറേടുന്ന അവസ്ഥയെ തൊട്ടുകാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ മരണങ്ങളെ തൊട്ടുകാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ആഖിബത്ത് മോശമാകുന്ന അവസ്ഥയെ തൊട്ടുകാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ മഹല്ലത്തിന് വേണ്ടപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നിയമപരമായ ബുദ്ധിമുട്ട് നീ നീക്കണേ റഹ്മാനെ. നീക്കി കൊടുക്കണേ അല്ലാഹ്. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകണേ
നൽകണേ റഹ്മാനെ. ഞങ്ങളെ പെറ്റുപോറ്റുന്ന സമയത്ത് അവർക്ക് ഇബാദത്തുകളിൽ വന്ന പോരായ്മകൾ ഞങ്ങൾ ചെയ്യുന്ന സാലിഹായ അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ, പരിഹരിക്കണേ അല്ലാ. ആശ്വാസമുള്ള സന്തോഷമുള്ള ഖബർ നൽകണേ റഹ്മാനെ. ഹബീബിനോടുകൂടെ സാലിഹീങ്ങളോടുകൂടെ ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. കുടുംബസമേതം ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഹബീബിൻ്റെ ശഫാഅത്ത് നൽകണേ അല്ലാ. ഹബീബിൻ്റെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ അതപോടെ കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അർശിൻ്റെ തണൽ നൽകണേ റഹ്മാനെ. സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കള്ളിൻ്റെ കഞ്ചാവിൻ്റെ അടിമകളാക്കല്ല റഹ്മാനെ. മക്കൾ കാരണം ദീനും ആഖിറവും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ദുനിയാവിൽ വഷളാകുന്ന അവസ്ഥയെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഇറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ഹബീബിൻ്റെ മുഖം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വാലിഹീങ്ങളുടെ മരണം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിൻ്റെ ചാരചെന്ന് സലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പോയവർക്ക് വീണ്ടും പോവാനും പോവാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ എത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ നീ സഹായിക്കണേ അല്ലാ. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ഈമാന് അധികരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد.